നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കേരളത്തിലെ പഴങ്ങൾ വാഴപ്പഴമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സ്വർഗത്തിലെ ആപ്പിൾ, അതാണ് വാഴപ്പഴത്തിൻ്റെ വിശേഷണം. ഇനി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ ഇത് വിദ്വാൻമാരുടെ ഫലം ആകും. ലാറ്റിൻ ഭാഷയിൽ ഈ അർത്ഥം വരുന്ന മുസാ സെപ്പിയൻറ്റം എന്ന വാക്കാണ് വാഴപ്പഴത്തിന് നൽകിയിട്ടുള്ളത്. ആരോഗ്യവും ബുദ്ധിയും പ്രദാനം ചെയ്യുന്ന ഈ പഴം ധാരാളം കഴിച്ചതുകൊണ്ടാവണം ഭാരതത്തിലെ മുനിമാർ അറിവിൻ്റെ ഹിമാലയമേറിയവരായതെന്ന് ലാറ്റിൻ ജനത കരുതിപ്പോകുന്നു. മനുഷ്യൻ ആദ്യമായി കൃഷി ചെയ്തു തുടങ്ങിയ വിളകളിലൊന്നാണ് വാഴ. ആസാം, ബർമ്മ, തായ്ലൻഡ്, ഇൻഡോ ചൈന തുടങ്ങിയ ഏഷ്യൻ മേഖലകളിലാണ് വാഴ ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. തുടക്കത്തിൽ കാട്ടുചെടിയായിരുന്ന വാഴ പിന്നീട് മനുഷ്യൻ കൃഷി ചെയ്തു തുടങ്ങി. പിൽക്കാലത്ത് അമേരിക്ക, ആഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ ലോകത്തിൻ്റെ പലയിടങ്ങളിലേക്കും വാഴക്കൃഷി വ്യാപിച്ചു. നമ്മുടെ സംസ്കാരവുമായി ഏറെ ബന്ധമുള്ള ചെടിയാണ് വാഴ. പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങളിൽ കദളി എന്ന പേരിൽ വാഴയെപ്പറ്റി പറയുന്നുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി BC 324 നമ്മുടെ രാജ്യമായ ഭാരതത്തെ ആക്രമിച്ചപ്പോൾ സിന്ധു നദീതടങ്ങളിൽ കണ്ട വാഴക്കൃഷി അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചിരുന്നതായി ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. AD 7-ാം നൂറ്റാണ്ടിൽ അറബികൾ പാലസ്തീൻ, ഈജിപ്റ്റ് എന്നിവിടങ്ങളിലേക്ക് വാഴ കൊണ്ടുപോയി കൃഷി ആരംഭിച്ചു. വൈറ്റമിനുകൾ, ധാതുലവണങ്ങൾ, പ്രോട്ടീൻ, അന്നജം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ള നേന്ത്രപ്പഴം ദിവസവും ഓരോന്ന് കഴിക്കുന്നത് ഒരു ടോണിക്കിൻ്റെ ഗുണം നൽകുന്നതാണ്. ഒരു ഗ്ലാസ് പാലും 2 നേന്ത്രപ്പഴവും കഴിച്ചാൽ അത് ഒന്നാന്തരം സമീകൃത ആഹാരമാണ്. കുഞ്ഞുങ്ങൾക്ക് ആദ്യമായി കൊടുക്കുന്ന കട്ടി ആഹാരങ്ങളിൽ ഒന്നാണ് നേന്ത്രക്ക ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന കുറുക്ക്. ഒന്നാന്തര ഹെൽത്ത് ഫുഡായ ഇത് വയറുകടി, അതിസാരം, രക്തക്ഷയം, ടൈഫോയിഡ്, പ്രമേഹം, ക്ഷയം തുടങ്ങി ഒട്ടേറെ രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമാണ്. പഴത്തിന് പുറമെ വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് എന്നിവയും ഭക്ഷ്യയോഗ്യവും ഔഷധ ഗുണമുള്ളതുമാണ്. പാളയംകോടൻ, പൂവൻ, ഞാലിപ്പൂവൻ, കൂമ്പില്ലാക്കണ്ണൻ, കണ്ണൻ, കദളി, ചെങ്കദളി, മോറീസ്, നേന്ത്രൻ, മൊന്തൻ, ബത്തീസ് തുടങ്ങിയവയാണ് കേരളത്തിലെ പ്രധാന വാഴയിനങ്ങൾ. ഇവയിൽ വമ്പൻ നേന്ത്രൻ തന്നെയാണ്. വാഴക്കൃഷിക്ക് വേണ്ടിയുള്ള ഒരു ഗവേഷണ കേന്ദ്രം കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കണ്ണാറയിലുണ്ട്. ഞാലിയിലുള്ള ഇരുമ്പ് സത്ത് എല്ലാ പഴത്തിൻ്റെയും തൊലിയിൽ ചേർന്നതിൻ്റെ അടയാളമാണ് പഴത്തൊലിയിൽ കാണുന്ന കറുത്ത പാടുകൾ. ഇത്തരം പഴത്തിനാണ് ഗുണം കൂടുതൽ. ഒരു വർഷം ഭാരതീയർ കഴിക്കുന്നതിൻ്റെ 5 ഇരട്ടിയിലധികം വാഴപ്പഴം പല ആഫ്രിക്കൻ രാജ്യക്കാരും കഴിക്കുന്നുണ്ട്. തലച്ചോറിന് ഉത്തേജനം നൽകുന്ന വാഴപ്പഴം ക്ഷീണമകറ്റി ഉന്മേഷം നൽകുന്നതിന് ഏറ്റവും ഗുണകരമാണ്. വാഴയും വാഴപ്പഴത്തെയും പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.